നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇത് പിണറായി വിജയൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ കണ്ണൂരിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ ഏതോ ഒരു ബിരുദനെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ്. ആ ഫോട്ടോ വെച്ച് ഇപ്പോൾ UDF ഹാൻഡിലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തോട് എതിരഭിപ്രായമുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തെ പരിഹസിക്കാനും പുച്ഛിക്കാനും ഒക്കെ പോവുകയാണ്. രാജാവിനെ പോലെ നടന്ന മനുഷ്യനല്ലേ, ഇതാ പെട്ടെന്ന് കണ്ടില്ലേ വീണിതല്ലോ കിടക്കുന്നു ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ 2-4 ഉദനം കൊണ്ട് ഒരുത്തനെ എന്നൊക്കെ പറഞ്ഞ ഒരു ശ്ലോകം ഉണ്ടല്ലോ. ഏതാണ്ട് സമാനമായ രീതിയിൽ അദ്ദേഹത്തെ തോറ്റിട്ടും പരാജയപ്പെട്ടിട്ടും അദ്ദേഹത്തെ കളിയാക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ദയനീയമായ ചിത്രമുണ്ട്. അദ്ദേഹം അധികാരത്തിലിരുന്നപ്പോൾ നീണ്ട 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ സൗകര്യവും അദ്ദേഹം ഉപയോഗിച്ചു കാണും. അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലിയുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. വലിയ പോലീസ് അകമ്പടി കിട്ടിക്കാണും, അല്ലെങ്കിൽ വാഹനങ്ങളുടെ സൗകര്യം കിട്ടിക്കാണും, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസ് പോലെയുള്ള വീട് കിട്ടിക്കാണും. അത് അദ്ദേഹം പരാജിതനായ ഉടനെ തന്നെ, മുഖ്യമന്ത്രി സ്ഥാനം ഇനി കിട്ടില്ല എന്ന് ഉറപ്പായ ഉടനെ തന്നെ അദ്ദേഹം ഒരു വാടക വീട്ടിലേക്ക് മാറി. അദ്ദേഹത്തിന് അവിടെ തിരുവനന്തപുരത്ത് സ്വന്തം വീടൊന്നും ഉണ്ടായില്ലല്ലോ. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യന് തിരുവനന്തപുരത്ത് സ്വന്തമായി ഒരു വീട് വാങ്ങാൻ കഴിവില്ലായിട്ടൊന്നും ആയിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ വീട് അവിടെ ഇല്ല എന്നുള്ളൊരു സത്യമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെല്ലാം അഴിമതി ആരോപണങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പുണ്ട്, ലാവ്ലിൻ കേസ് പോലെയുള്ളതൊക്കെ ഉണ്ട്. ബിരിയാണി ചെമ്പിലൊക്കെ സ്വർണം കടത്തിയ ആളല്ലേ, അപ്പോൾ ഒരുപാട് പണം സമ്പാദിച്ചു കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ വലിയ വീടൊക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ടാവില്ലേ? നാട് മുഴുവൻ വീട് വെച്ച എത്രയോ നേതാക്കന്മാരുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ സ്വന്തമായി വീടുള്ള എത്രയോ രാഷ്ട്രീയ നേതാക്കൾ അധികാരമുണ്ടായിട്ടും ഇല്ലാഞ്ഞിട്ടും അവരുടെ നാട് അവിടെ അല്ലാഞ്ഞിട്ടും അവിടെ വീട് വെച്ചവരുടെ കണക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. അങ്ങനെയൊന്നും പിണറായി വിജയൻ ചെയ്തിട്ടില്ല. വാടക വീട്ടിലേക്കാണ് അദ്ദേഹം മാറിയത്. അദ്ദേഹം സന്തോഷത്തോടു കൂടെ തന്നെയാണ് അവിടെ പോയി താമസിക്കുന്നത്. ഇവിടെ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം യാത്രയാവുന്നത് സാധാരണ ഒരു യാത്രക്കാരനെ പോലെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിലൊക്കെ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ പണ്ടാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക ചെയറൊക്കെ ഇട്ടുകൊടുത്തിരുന്നില്ല, ഇപ്പം അതില്ലല്ലോ എന്നാണ്. അത് ഉപയോഗിക്കാൻ അദ്ദേഹം മെനക്കെടുന്നുണ്ടാവില്ല. പണ്ട് അങ്ങനെ ഒരു സൗകര്യം കിട്ടിയിരുന്നപ്പോൾ അത് ഉപയോഗിച്ചു. പ്രായമായ 80 വയസ്സുള്ള ഒരാളല്ലേ, നമ്മളും പ്രായമായ ഒരാളെ കിട്ടിയാൽ സ്വാഭാവികമായും നമ്മൾ ഒരു സീറ്റ് എഴുന്നേറ്റ് കൊടുക്കുന്ന ഒരു ബഹുമാനം കാണിക്കും, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ഒരു മര്യാദയാണ്. അതുപോലെ ഇദ്ദേഹത്തിനും അത് അർഹതപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹം അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു കസേര വേണമെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് കിട്ടാതിരിക്കില്ല. മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷെ അദ്ദേഹം അതിനൊന്നും നിന്നില്ല. സാധാരണക്കാരെ പോലെ അവിടെ ഒരു ബെഞ്ചിൽ വന്നിരിക്കുന്നു, ട്രെയിൻ കാത്തിരിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. അതൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ട കാര്യമാണ്, മാതൃകയാക്കേണ്ട കാര്യമാണ്. ആ മാതൃകയാണ് യഥാർത്ഥത്തിൽ പിന്തുടരേണ്ടത്. അധികാരം വിട്ടൊഴിഞ്ഞാൽ താൻ സാധാരണക്കാരനാണെന്ന് ലോകത്തിനോട് വിളിച്ചു പറയാൻ പറ്റാവുന്ന ഒരു മാനസികമായ അവസ്ഥയുണ്ടാകുക, അത് പുറം ലോകത്തിനോട് പറയാനാണ്. അതിനെപ്പോലും കളിയാക്കുന്ന മാനസികാവസ്ഥയുള്ള വൈകൃതമുള്ള ഒരു ഗ്രൂപ്പായി ഇന്ന് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ മാറാൻ പാടില്ല. കാരണം അവരും നാളെ ഈ ഭരണം നഷ്ടപ്പെട്ടാൽ സാധാരണക്കാരെ പോലെ ഈ കേരളത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷം അവർ അങ്ങനെ നടന്നിരുന്നവരാണ്. പെട്ടെന്ന് തന്നെ അധികാരത്തിൽ കിട്ടുമ്പോൾ നമുക്കറിയാലോ, ഈ അധികാരം കിട്ടുന്നതിന് മുമ്പ് ഒരു ചാർട്ടേഡ് വിമാനമൊക്കെ സ്വന്തമായി അറേഞ്ച് ചെയ്ത് ഒരു അന്യസംസ്ഥാനത്ത് പോയി ആരൊക്കെ കണ്ടെന്നുള്ളത് അറിയാലോ. ഈ ഭരണം വരുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ പാട്ടാണ് നമുക്കുള്ളത്. ഈ ലോകത്തിലെ എല്ലാ മലയാളികളും അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് ഇവർ ധരിച്ച് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഒരു മനുഷ്യൻ അധികാരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചു കാണും. അതിനപ്പുറം അദ്ദേഹം എന്തെങ്കിലും ചെയ്തതായി അറിയില്ല. 40 വണ്ടിയുടെ അകമ്പടിയോടൊക്കെ പോയി എന്ന് പറഞ്ഞ് ഒരു പ്രതീതി പ്രത്യേകിച്ചും ചില മാധ്യമ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട്. 5-6 വാഹനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത്. അതിൽ 40ഓളം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിനെതിരെ ഇതേ UDFലെ നേതാക്കൾ തന്നെ വഴിയിൽ തടയുക, വണ്ടിക്ക് മുന്നിലേക്ക് എടുത്തു ചാടുക, അത്തരം സമരമാർഗങ്ങളൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് കാലത്ത് ഈ അടുത്ത കാലത്തൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടാകണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രായവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തത്. ആ അധികാരമില്ലാതായ തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് സർവ്വസാധാരണക്കാരനെ പോലെ ഇന്നിവിടെ യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു അത്ഭുത കാഴ്ചയായി കാണേണ്ടതില്ല. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അതങ്ങനെ ചെയ്യുമ്പോഴാണ് ആ മനുഷ്യൻ്റെ മഹത്വം കൂടുന്നത്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഒരു മനുഷ്യനെ അപഹസിക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക എന്നൊക്കെ തുടങ്ങിയ ഒരു മാനസിക വൈകൃത മനസ്സിനുടമയായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. അവർക്കതൊരു ഹരമാണ്, ഹോബിയാണ്.
അത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാണെങ്കിൽ അത് കൂടുതലുമാണ്. അത്തരം രാഷ്ട്രീയ വൈകൃതമുള്ളവരാണ് ഈ ഒരു ചിത്രവും വെച്ചുകൊണ്ട് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ അപഹസിക്കുന്നത്. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. 2016 തൊട്ട് 2021 വരെ പ്രളയമുണ്ടായപ്പോഴും കൊറോണ ഉണ്ടായപ്പോഴും ഒക്കെ ഒരു കാവലാളായി, ഒരു രക്ഷകനായി കേരളത്തിൻ്റെ ഒപ്പം നിന്ന് ഈ കേരളത്തെ രക്ഷിച്ചെടുത്തതാണ്. ഈ കേരളത്തെ ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു സംസ്ഥാനമാണോ ഇത് എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടാവും. അന്ന് കാക്കയ്ക്കും കോഴിക്കും പൂച്ചയ്ക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണമെന്ന് മലയാളികളോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത ആൾക്കാരാണ് കേരളത്തിലുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹത്തിനെതിരെ പടയൊരുക്കമൊക്കെ നടത്തിയെങ്കിലും അതിലൊന്നും അന്ന് ജനങ്ങൾ വീണില്ല. പക്ഷെ പിന്നീട് ജീവനൊക്കെ തിരിച്ചു കിട്ടി, തങ്ങൾ ഈ കഷ്ടപ്പാടിൽ നിന്നും അപായങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതേ മനുഷ്യൻ തന്നെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങി. ഇതേ മനുഷ്യനെ പിണറായിയെ ധാർഷ്ട്യക്കാരനായിട്ടും അഹങ്കാരിയായിട്ടും ഒക്കെ കാണാൻ തുടങ്ങി. എവിടെ നിന്നോ ഇദ്ദേഹം തുടർന്നു കഴിഞ്ഞാൽ, ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾക്കൊരിക്കലും ഇനി ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലല്ലോ എന്നൊരു തോന്നലിൽ നിന്ന് ചില മാധ്യമങ്ങളെയെല്ലാം കൂട്ടുപിടിച്ച് വലിയ തോതിൽ ഇദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമം നടത്തി. അത് തിരിച്ചറിയുന്നതിൽ പിണറായി പരാജയപ്പെട്ടു. കാരണം അദ്ദേഹത്തിനെതിരെ എന്ത് ആക്ഷേപം ഉണ്ടായാലും അദ്ദേഹം വന്ന് മറുപടി പറയുന്നൊരു ശീലം അത് പണ്ട് മുതലും ഇല്ല, ഇന്നുമില്ല. എന്താക്ഷേപങ്ങളും അദ്ദേഹത്തിനെതിരെയും കുടുംബത്തിനെതിരെ വന്നാലും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നു, അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നു, നാട് മുഴുവൻ ഏതോ കൊട്ടാരങ്ങളുണ്ടെന്ന് പറഞ്ഞു, അപ്പോഴൊന്നും ഈ പിണറായി വിജയൻ വന്ന് അതിനെ പ്രതിരോധിക്കുന്നത് കണ്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്. അദ്ദേഹം അതാത് സമയത്ത് വന്ന് അതിനെ പ്രതിരോധിക്കണമായിരുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഈ ജനസമൂഹം അതെല്ലാം വിശ്വസിക്കുന്ന ഒരു നിലയുണ്ടാവും. എന്താണ് ധാർഷ്ട്യം, എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ചൂടായത്, എന്തുകൊണ്ടാണ് താൻ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാത് സമയത്ത് പറയാനുള്ളത് പറയണം. രാഷ്ട്രീയത്തിലാവുമ്പോൾ പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും, ആക്ഷേപങ്ങളൊക്കെ ധാരാളം കേൾക്കേണ്ടി വരും. അതൊക്കെ അതാത് സമയത്ത് മറുപടി പറഞ്ഞു പോവുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് സത്യം. അവരെ കെട്ടിപ്പിടിക്കാനും ഉമ്മവയ്ക്കാനൊന്നും ഒരുപക്ഷെ ഈ കോരൻ്റെ മകനായ പിണറായി വിജയൻ അന്ന് ജീവിച്ചു വളർന്നൊരു സാഹചര്യത്തിൽ സാധ്യമല്ലായിരിക്കും. പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ ചിലർക്ക്. പേരിൽ പോലും മാറ്റം വന്നിട്ടുണ്ട് ചിലർക്ക്. അധികാരം കിട്ടുമ്പോൾ പേര് പെട്ടെന്ന് മാറും. നമ്മൾ കേട്ട പേരല്ല ഇപ്പം ഈ അടുത്ത കാലത്ത് കേൾക്കുന്നത്. അതുപോലെ ആയിരുന്നില്ല പിണറായി വിജയൻ എന്നുള്ളത്. നമുക്ക് അന്നും ഇന്നും പിണറായിയാണ്. പക്ഷെ അദ്ദേഹത്തെ കളിയാക്കാനായിട്ട് കോരൻ്റെ മകൻ പിണറായി വിജയൻ എന്ന് ഈ കൂട്ടർ വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെയ്തു പോന്നിരുന്ന തൊഴിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എത്രയോ വട്ടം എത്ര പേരാണ് അപഹസിച്ചിരിക്കുന്നത്, പരിഹസിച്ചിരിക്കുന്നത്, പുച്ഛിച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊന്നും പിണറായി വിജയൻ അന്നൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എന്ന് തോന്നുന്നു. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു 10 വർഷം. നമുക്കൊക്കെ കാണാവുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷം ഓരോ മനുഷ്യർക്കും ബോധ്യമാകുന്നത് വലിയ എയർപോർട്ടുകളായിരിക്കില്ല, അല്ലെങ്കിൽ വലിയ പ്രൊജക്റ്റുകളോ വലിയ പദ്ധതികളോ ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ കണ്ണിന് കാണാവുന്ന ദൂരത്ത് എത്രയെത്ര നല്ല കാര്യങ്ങളാണ് വന്ന്. നല്ല റോഡുകൾ വന്നില്ലേ, നല്ല ആസ്പത്രി കെട്ടിടങ്ങൾ വന്നില്ലേ, നല്ല സർക്കാർ സ്കൂളുകൾ വന്നില്ലേ, നല്ല സ്മാർട്ട് സ്കൂളുകളും സ്മാർട്ട് ക്ലാസ്സുകളും തുടങ്ങിയില്ലേ. എന്തിനു പറയുന്നു, 10 വർഷം പവർ കട്ട് എന്ന് പറഞ്ഞ ഒരു അനുഭവം പോലും മനുഷ്യനുണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. വാട്ടർ മെട്രോ വന്നില്ലേ, തീരദേശ റെയിൽവേ, മലയോര ഹൈവേ, നാഷണൽ ഹൈവേ. വയനാട് പോലെ വലിയ ദുരന്തം നടന്ന ആ ഭൂമിയിൽ ബാക്കി വന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കായിട്ട് ഒരു ജീവിതം കരുപിടിപ്പിക്കാനായിട്ട് ഒരു ടൗൺഷിപ്പ് എന്ന ഒരു മഹാസംഭവം അവിടെ നടന്നത് ഈ അടുത്ത കാലത്തല്ലേ. പക്ഷെ അതുപോലും പരിഹസിക്കുകയും അപഹസിക്കുകയും എന്തോ ഒരു മഹാപരാധം ചെയ്തു എന്നും അതിന് വലിയ കോടിക്കണക്കിന് രൂപ ഈ മുഖ്യമന്ത്രി കട്ടെടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടെ ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ചെയ്തതൊക്കെ മറന്നുപോയി. ഒരു വലിയ രക്ഷകനായും അല്ലെങ്കിൽ ഒരു കാവലാളായും കണ്ട മനുഷ്യനെ പെട്ടെന്ന് തന്നെ അഹങ്കാരിയാക്കുന്നു, അല്ലെങ്കിൽ അധിക്ഷേപിയാക്കുന്നു, അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യക്കാരനാക്കുന്നു. ഇതെല്ലാം മറന്നു പോകുന്ന ഒരു നന്ദികെട്ട ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ കാണുന്ന കാഴ്ച. ഈ ഇരിക്കുന്ന ഇരിപ്പിനെ പോലും ആ ട്രെയിനിൽ കയറാൻ വേണ്ടി ഒരു മനുഷ്യൻ കാത്തിരിക്കുന്നത്, അധികാര സ്ഥാനത്തുണ്ടായിരുന്ന സമയത്തുള്ള എല്ലാ ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ച് ആ ട്രെയിൻ കാത്തിരിക്കുന്ന ആ കാഴ്ചയെപ്പോലും അപഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന മലയാളിയുടെ മനസ്സ് എത്ര ദുഷിച്ചതാണെന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. നമ്മുടെ പ്രേക്ഷകർക്കും ഈ കാര്യത്തിൽ ചിലതെല്ലാം പറയാനുണ്ടാവും. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.